നമ്മുടെ കേരളം തന്നെ വലിയ കുതിച്ചുചാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒന്നുകൂടി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അമേരിക്കയെപ്പോലെ യൂറോപ്പിനെ പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നമ്മുടെ ഈ മദ്രസകളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അവിടുത്തെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഏതായാലും പ്രായം കൊണ്ടാണ് ഞാൻ താരതമ്യം ചെയ്യുന്നത്. നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിലും യൂറോപ്പിലും ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകും, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടാകും. മാത്രമല്ല, സ്കൂൾ ബാഗുകളിൽ പ്രധാനമായി അവർ കരുതുന്നത് പാഠപുസ്തകങ്ങളെക്കാൾ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ തോക്കടക്കമുള്ള ആയുധങ്ങളോ ആണ്. ഇതൊക്കെ ഒരു കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമായിരുന്നു എങ്കിൽ അവിടെ അത് സർവ്വസാധാരണമായതിനാൽ ഇന്ന് വാർത്ത അല്ലാതായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലും ഈ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ മദ്രസ കുട്ടികൾ എന്നുകൂടി പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെയൊക്കെ ഏജ് റേഞ്ച് ഏതാണ്ട് സെയിം ആണല്ലോ. അപ്പം നമ്മുടെ നാട്ടിലും ഈ പ്രായത്തിലുള്ള അഥവാ നമ്മുടെ മുന്നിൽ വരുന്ന ആ കുട്ടികൾ ലഹരിയുടെ ഉപയോക്താക്കളായും ലഹരിയുടെ കാരിയർമാരായും ലഹരി മാർക്കറ്റ് ചെയ്യുന്നവരായും മാറുന്നുണ്ട് എന്നതിനു പുറമെ നേരത്തെ പറഞ്ഞ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഇന്ന് ചെറിയ സ്കൂളുകളിൽ വരെ നമ്മുടെ നാട്ടിലും ആ ഒരു കാഴ്ചപ്പാടും ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ നമുക്ക് ലഭിച്ച വാർത്ത 9ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ബസ്സിൽ വെച്ച് +1കാരനായ മറ്റൊരു വിദ്യാർത്ഥി ബയോളജി ലാബിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് കഴുത്ത് തന്നെ 3 പ്രാവശ്യം കുത്തിയെന്നും ആ 9 വയസ്സുകാരൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നും ഈ കുത്തിയ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയാകണമെങ്കിൽ വിവാഹത്തിനാണെങ്കിൽ 21 ആകണം ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്കാണെങ്കിൽ 18 ആകണം. ഇനി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പ്രായപൂർത്തിയാണ് എങ്കിൽ ആണിനും പെണ്ണിനും ഒക്കെ 18 ആകണം. അതുകൊണ്ട് ഈ കുട്ടിക്ക് പ്രായപൂർത്തി ആകാത്തതിനാൽ 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നതിനാൽ ആ കുട്ടിയെ ഇനി എന്ത് ചെയ്യണം എന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആലോചിച്ച് തീരുമാനം എടുക്കും എന്നുമാണ് ഇന്നലെ വന്ന വാർത്ത. ഇന്നത്തെ പത്രങ്ങളിലുമുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി തൻ്റെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയെ കൊല്ലാൻ വേണ്ടി 7ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്ക് 100 രൂപ കൊടുത്തു എന്നും ഈ പെൺകുട്ടിയെ 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ 7ാം ക്ലാസ്സുകാരൻ കൊല്ലേണ്ടത് പീഡിപ്പിച്ചുകൊണ്ട്, ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടുകൂടി ആയിരിക്കണം എന്ന് കൊട്ടേഷന്റെ വ്യവസ്ഥയാണ് എന്നും അതുകൂടി ഇന്നത്തെ മനോരമയിലെ വാർത്ത രണ്ടും അടുത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. കഷായത്തിൽ കീടനാശിനി കലക്കിക്കൊണ്ട് നമുക്കറിയാം ഒരു കൊലപാതകം നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്.
ആ കേസിലെ കക്ഷിക്ക് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധിച്ചത് ക്യാപിറ്റൽ പണിഷ്മെന്റാണ് എന്ന വാർത്ത ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയ ഇളം തലമുറ വരെ ഒരു കാലത്ത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകത്തുകൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അവർ മാറാനുള്ള കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ സമവാക്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗുരു ശിഷ്യ ബന്ധങ്ങളിലെ സമവാക്യങ്ങളിലും വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ധാർമ്മികത എന്നത് മിണ്ടാൻ പോലും പറ്റാത്ത അഥവാ ഡിക്ഷണറികളിൽ മാത്രം വിശ്രമിക്കേണ്ട ഒരു പദമായി മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇവിടെയാണ് നമ്മുടെ മദ്രസകളുടെയും ആ മദ്രസ നടത്തുന്ന മാനേജ്മെന്റിൻ്റെയും ആ മദ്രസയിലെ വിദ്യാർത്ഥികളെ ദിവസവും തങ്ങളുടെ മുന്നിൽ കിട്ടുമ്പോൾ ഫലപ്രാപ്തിയിലുള്ള മെസ്സേജുകൾ അവർക്ക് നൽകി അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടവരായ അധ്യാപകന്മാരുടെയുമൊക്കെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ വിദ്യാർത്ഥികൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള ടെൻഡർ ഏജുകാരാണ്. ആ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഒരുപക്ഷെ മതവിദ്യാഭ്യാസ മേഖലയിൽ 99% വിദ്യാർത്ഥികളും മദ്രസ വിട്ടുകഴിഞ്ഞാൽ പിന്നെ മതവിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാകും. അതുകൊണ്ട് മദ്രസ മാനേജ്മെന്റിലെ പ്രതിനിധികളോടാണെങ്കിലും മുഅല്ലിം പ്രതിനിധികളോടാണെങ്കിലും ഞാൻ കരുതുന്ന എൻ്റെ വിശ്വാസം ഒന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 100 അതിലധികമോ കുട്ടികളുള്ള പള്ളി ദർസിലെ മുദർരിസിനേക്കാൾ, അതുപോലെ ആ ദർസ് നടത്താൻ സഹായിക്കുന്ന പള്ളി കമ്മിറ്റികളെക്കാൾ, 100 കണക്കിന് വിദ്യാർത്ഥികളുള്ള ശരീഅത്ത് കോളേജുകളെക്കാൾ, ആ ശരീഅത്ത് കോളേജുകൾ നടത്തുന്ന കമ്മിറ്റികളെക്കാൾ, ആ കമ്മിറ്റികൾക്കും ആ സ്ഥാപനങ്ങൾക്കുമൊക്കെ സഹായം ചെയ്യുന്ന, സാമ്പത്തിക സഹായവും അല്ലാത്ത സഹായവും ചെയ്യുന്ന പ്രവാസികളും തദ്ദേശീയരുമായ നല്ല ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെക്കാളൊക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഈ മദ്രസ പ്രസ്ഥാനത്തിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ മുഅല്ലിമീങ്ങൾക്കും ആ സ്ഥാപനം നടത്തുന്ന മാനേജ്മെന്റിനും അവരെ സഹായിക്കുന്നതിനും ആയിരിക്കണം എന്നാണ്. കാരണം പിന്നീട് ഈ കുട്ടികൾ ദീനനെ സംബന്ധിച്ച് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരവസരം പോലും അവർക്കുണ്ടാകണം എന്നില്ല. ഇനി ചാറ്റ് GPT ഒക്കെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ വരെ ഉപയോഗിക്കാൻ തുടങ്ങിയൊരു കാലഘട്ടമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഉസ്താദുമാർക്ക് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയില്ല എന്നതും വാസ്തവമായിരിക്കാം. ഒരു മുഅല്ലിം നാളെ എന്തായിരിക്കും ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നതും ആ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ആ അധ്യാപകനെ കൗണ്ടർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും, ഒരു ഡോക്ടറെടുക്കൽ ഒരു പ്രത്യേക രോഗലക്ഷണം സിംറ്റംസുമായി ചെന്നാൽ ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് എന്തായിരിക്കുമെന്നും അതിൻ്റെ ഫലം, അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തായിരിക്കുമെന്നും ആ ഡോക്ടറെക്കാൾ ഭംഗിയായി അല്ലെങ്കിൽ ഈ ഗുരുനാഥനേക്കാൾ ഭംഗിയായി നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനം ഇന്ന് സർവത്ര ശക്തമായി കൊണ്ടിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരു ഗുരുനാഥന്മാരുടെ മുന്നിൽ വെച്ച് പഠിക്കാൻ ഈ മദ്രസ സിസ്റ്റത്തിന് അപ്പുറം ഇനി ആരെയും കിട്ടും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കല്ലിൽ കൊത്തി വെച്ച രീതിയിൽ മനസ്സിൽ പതിയണമെങ്കിൽ ആ കുട്ടികളെ ഭയപ്പെടുത്താതെ
ആ കുട്ടികൾക്ക് അധ്യാപകർ ഒരു ഭീകരരാണ് എന്ന തോന്നൽ ഉളവാക്കാതെ അവരിൽ കാണുന്ന ദുസ്വഭാവങ്ങൾ പോലും വളരെ നല്ല രീതിയിൽ സ്നേഹത്തിൽ മനഃശാസ്ത്രപരമായി അസീസ് ഫൈസി ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ പറയുന്നത് തന്നെ സമയമില്ല എന്നുള്ള പരാതിയെപ്പറ്റിയാണ്. അദ്ദേഹം അത് അനാലിസിസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് അത് അനാലിസിസ് ചെയ്യാൻ സമയമില്ലാത്തതിനാൽ അദ്ദേഹം അത് ചുരുക്കിക്കണ്ടു. ഏതായാലും ഞാൻ പറയുന്നത് സമയമില്ല എന്ന് പറയാതെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് തീർച്ചയായിട്ടും മദ്രസയിൽ നമ്മൾ നല്ല കഠിനാധ്വാനം ചെയ്യണം. കാരണം നമ്മൾ നിർവഹിക്കുന്നത് അമ്പിയാക്കന്മാരാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച അമ്പിയാക്കന്മാരുടെ കാലശേഷം അവരുടെ അനന്തരാവകാശികളായ ഉലമാക്കളാൽ അല്ലാഹു തആല ഇവിടെ നടന്നു കാണണം എന്നാഗ്രഹിച്ച ഏറ്റവും വലിയ ദൗത്യമാണ്. ആ ദൗത്യത്തെപ്പറ്റി അല്ലാഹു തആല പറയുന്നത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. റസൂലൻ മിൻ അൻഫുസിഹിം എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഒരായത്തിൽ. മറ്റൊരായത്തിൽ റസൂലൻ മിൻഹും എന്നാണ്. രണ്ടായത്തിലും ദൗത്യങ്ങൾ പിന്നീട് ഒരേ രീതിയിൽ ആവശ്യം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ 6666 ആയത്തുകൾ മാത്രമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വലൗ അന്ന മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ നഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് എന്നാണ്. അള്ളാഹുവിന്റെ കലിമാത്തുകളിലെന്നോ ആയാത്തുകളിലെന്നോ പറയുന്നത് നമ്മൾ 114 സൂറത്തുകളിലൂടെ ഓതുന്ന ഈ പറയപ്പെട്ട 6666 ആയത്തുകൾ എന്ന നമ്പറാണ് സാധാരണ പറയൽ. ആ നമ്പറുള്ള ആയത്തുകൾ മാത്രമല്ല, മറിച്ച് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വലിയൊരു പുസ്തകമുണ്ട്. ഫീ കുല്ലി ഷൈഇൻ ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു. ദി എൻറ്റയർ യൂണിവേഴ്സ്, ആ യൂണിവേഴ്സ് മുഴുവൻ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ മേൽ, അവൻ്റെ അളമത്തിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം അവരിൽ ഉറപ്പിച്ച് നമ്മുടെ സ്വഭാവത്തിലൂടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ ആ കുട്ടികളെ എപ്പോഴും പരമാവധി ധാർമ്മികമായി ഉയരാൻ പറ്റിയ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, അതാണ് യത്ലു അലൈഹിം ആയാതിഹി എന്ന് പറഞ്ഞ് തുടർന്ന് വയുസക്കീഹിം. ചെറുപ്പകാലത്ത് തന്നെ കുട്ടികൾക്ക് കളവ് പറയരുത്, ആരെയും വഞ്ചിക്കരുത്, കൊലപാതകം നടത്തരുത്, ആളുകളെ തെറി പറയരുത്. എന്തിനധികം നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് അത് സത്യമാണെങ്കിൽ പോലും പറയാൻ പാടില്ല. വലാ യഗ്തബ് ബഅ്ദുക്കും ബഅ്ദാ. മാത്രമല്ല ഇജ്തനിബൂ കസീറൻ മിനൽ ലൻ. പറയുന്നത് പോകട്ടെ, മനസ്സിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വെച്ചു പുലർത്താൻ പോലും പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താക്കളും അതിൻ്റെ പ്രബോധകരുമാണ് നാം എന്നതിനാൽ നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്ക്, പല ഏജിലുള്ള വിദ്യാർത്ഥികളായിരിക്കും, അവരോടുള്ള പെരുമാറ്റത്തിലൂടെ നമ്മൾ കാണിക്കുന്ന മുന്തിയ സ്വഭാവത്തിലൂടെ അവരെയും കൂടി സൽസ്വഭാവികളാക്കി മാറ്റി അവരെ തസ്കീർ ചെയ്യുക എന്ന ലക്ഷ്യം, ഇത് നിർവഹിക്കാൻ ഇനി മദ്രസകൾ മാത്രമേ ഉള്ളൂ. മദ്രസകളുടെ രൂപവും ഭാവവും ഒക്കെ ഇന്ന് ഉള്ള രീതിയിൽ എത്ര കാലം നിലനിൽക്കും എന്ന് വരെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോക്സോ കേസുകളൊക്കെ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോടതികളിൽ ഇടക്ക് പല കേസുകളിലും ഹാജരാകുന്നൊരു വക്കീലും കൂടിയായതിനാൽ ഞാൻ പറയുകയാണ്, മദ്രസകൾക്കെതിരെ, മാനേജ്മെന്റുകൾക്കെതിരെ, മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കെതിരെയൊക്കെ ജില്ലാ കോടതികളിൽ വരുന്ന
പോക്സോ കേസുകൾ കൂടി നിരീക്ഷിക്കാൻ അവസരം കിട്ടിയ ആളായതുകൊണ്ട് പറയുകയാണ്, ഇത്തരം കേസുകൾ വരുമ്പോൾ മുസ്ലിമീങ്ങളായ ജഡ്ജിമാര് ചിലര് എന്നെയൊക്കെ വ്യക്തിപരമായി പരിചയമുള്ളത് കൊണ്ട് ഒരു മദ്രസ മുഅല്ലിമിനെതിരെ ഇത്തരം കേസ് വരുമ്പോൾ ആ ജഡ്ജി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഒരു കണ്ണിറുക്കൽ. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇതൊക്കെയാണോ നിങ്ങൾ മദ്രസ മുഖേന ലോകത്തോട് പറയുന്ന സന്ദേശം എന്നുള്ള പരിഹാസമാണ്. ഞാൻ പറയുന്നത് അത് ഒന്നായിട്ടില്ലാതെയാക്കാൻ, എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റാനൊന്നും ആര് വന്നാലും കഴിയില്ല. എന്നാലും നമുക്കൊരു നിർബന്ധം വേണം. ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. കമ്മിറ്റിക്കാർ നൽകുന്ന ശമ്പളത്തെക്കാൾ മദ്രസ സമയം കഴിഞ്ഞുകൊണ്ട് ആളെ പറ്റിച്ച് ലക്ഷത്തിന് ലാഭം ഇത്ര തരാം എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതിനേക്കാൾ, മറ്റെന്തൊക്കെ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ലക്ഷ്യമാക്കേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം ഒരു കുട്ടിയെ തന്നെയെങ്കിലും ഹിദായത്താക്കാൻ പടച്ചവനെ ഞാൻ കാരണമാകണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിന് ഓഫർ നൽകുന്നത് ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ കാര്യത്തിൽ വിശ്വാസമുള്ള ഒരു മുഅല്ലിമിന്, പ്രിയപ്പെട്ടവരെ, തൻ്റെ മുന്നിൽ വരുന്ന ഈ കുട്ടികളോട് വേണ്ട രീതിയിൽ അല്ലാതെ പെരുമാറി ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ കുടുംബങ്ങൾ വരെ വെറും ഒരു മദ്രസക്കോ ആ മദ്രസയിൽ നിന്ന് ഈ ദുഷ്കൃത്യം നിർവഹിച്ച ഒരധ്യാപകനെതിരെയോ അല്ല, മറിച്ച് മൊത്തം ദീനുൽ ഇസ്ലാമിനെയോ മൊത്തം ഉലമാക്കളെയോ അവരെയൊക്കെ പഠിപ്പിച്ച സുൽത്താനുൽ ഉലമ തൊവ്വലല്ലാഹു ഉംറഹു അടക്കമുള്ള ഉസ്താദുമാരെയോ വരെ ആക്ഷേപിക്കാൻ കാരണമുണ്ടാകുന്ന സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടുണ്ടോ? ഞാനൊന്നുകൂടി പറയുകയാണ്, ഒരാളെ ഹിദായത്താക്കിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, എന്നാലും ഒരാളും ഞാൻ കാരണമായി ലലാലത്തിലാകാൻ പാടില്ല എന്നുള്ള ചിന്ത മുഅല്ലിമീങ്ങൾക്ക് വേണം, മാനേജ്മെന്റിനും വേണം. പടച്ചവനെ, നല്ല രീതിയിൽ നടക്കുന്ന ഒരു മദ്രസ, ആ ഉസ്താദിനെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, നാട്ടുകാർക്ക് ഇഷ്ടമാണ്, അദ്ദേഹം കണ്ട കാര്യം അങ്ങനെ തന്നെ തുറന്നു പറയുന്ന ആളാണ്. അദ്ദേഹം ദുആ ചെയ്താൽ ആ ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോകുന്ന വീട്ടുകാർക്ക് വലിയ സമാധാനമാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് അയാൾ ഒപ്പിട്ട് തരൂല, അയാൾ നിൽക്കൂല എന്നതിനാൽ ഞാനല്ലേ സെക്രട്ടറി, അല്ലെ ഞാനല്ലേ പ്രസിഡന്റ്, അതിന്റെ പേരിൽ ആ അധ്യാപകനെ ഒരിക്കലും ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കിയാൽ അത് ദീനിനാണ് ദോഷം ചെയ്യുന്നത് എന്ന് കമ്മിറ്റിക്കാരും ആലോചിക്കണം. അതേസമയം ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തകരാറ് കൃത്യമായി ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിലോ അവിടെ ആക്ഷൻ എടുക്കാൻ ഇനി കമ്മിറ്റിക്കാരന്റെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിന്റെയോ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലം നിൽക്കുന്ന ആളാണ് മറ്റേ ആള് എന്നതുകൊണ്ട് അനീതിക്കൊട്ട് കൂട്ടു നിൽക്കാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ വരും തലമുറയെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ ധാർമ്മികമായി വളർത്തിക്കൊണ്ടുവരാൻ മുമ്പ് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ തന്നെ പരിചയം ഉണ്ടാവും. പണ്ട് നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ദർസുകൾ ഇന്ന് എത്ര എണ്ണം നിലവിലുണ്ട്? ഇനി പേരിന് ദർസുണ്ടെങ്കിൽ തന്നെ പണ്ട് 50ഉം 60ഉം കുട്ടികളുള്ള ദർസിൽ ഇന്ന് 4ഓ 5ഓ കുട്ടികളല്ലേ ഉള്ളൂ. ഇനി പള്ളിയിൽ വെച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്താം എന്ന് വെച്ചാലോ, കുതുബ തുടങ്ങിയിട്ടല്ലേ വരുന്നത്. സലാം വീട്ടിയാൽ അപ്പത്തന്നെ എണീറ്റ് ഓടല്ലേ. എത്ര നല്ല പ്രഭാഷകനായിട്ടും കാര്യമില്ല. ഇനി ഖുതുബന്റെ മുമ്പൊരു പ്രസംഗം, തറപ്രസംഗം നടത്താം എന്ന് ഇതിന് പരിഹാരമായി ചിലർ കണ്ടിരുന്നു. ഉന്നത്തിയമായത്തിന്റെ ഉലമാക്കളൊക്കെ അതിനെതിരാ പറഞ്ഞത്. എന്നിട്ട് അവർക്കെന്തോ നേടാൻ കഴിഞ്ഞോ? എന്നാ പിന്നെ ആ പ്രസംഗം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഖുതുബയും കഴിഞ്ഞ് സ്കാരത്തിലെ 1ാമത്തെ റക്അത്തിലെ റുക്കൂയിലേക്ക് ഇമാമ് പോണതിന്റെ മുമ്പ് വന്നാൽ മതി എന്നുള്ളിടത്തേക്കാണ് ഈ പ്രസംഗം കൂടിയായപ്പോ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറിയത്. ആകയാൽ നമ്മുടെ മുന്നിലുള്ള ഏക അവസരം ഇത് തന്നെയാണ്. ഈ കുട്ടികളെ വളരെ നന്നായി വളർത്തുക. ആ ചെറുപ്പകാലമിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? ആംലാക്കി മസാ और बड़ों की कहा പഹലെ കട്ടാ ബാദ് മേ മീഠ എന്ന് ഉറുദുക്കാരും പറയാറുണ്ട്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് തന്നെ ഈ കുട്ടികളെ അവർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമാകൂല, കയ്പുള്ളതാകും, നെല്ലിക്ക പോലെ ആയിരിക്കും. ആദ്യം കയ്പാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ ഖബറിൽ ചെന്നാൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കാർ ഖബറിൽ കിടക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാകും. പഠിപ്പിച്ച മുഅല്ലിമീങ്ങൾക്കും അതിന്റെ ഫലം ഉണ്ടാകും. ഒരു കുട്ടി നന്നാകാൻ നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആഖിറം രക്ഷപ്പെടാനുള്ള കാരണമാകും എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി നമ്മുടെ വരും തലമുറയെ അല്പം തന്നെയെങ്കിലും ധാർമ്മികയുള്ളവരാക്കി മാറ്റാൻ നമ്മുടെ മറ്റുള്ള ബിസിനസ്സുകളൊക്കെ രണ്ടാം സ്ഥാനത്ത് മാത്രം നിലനിർത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനം ഈ കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ഹിദായത്ത് നൽകാൻ സഹായിക്കുക എന്ന് തന്നെ ആക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിനേതെല്ലാം രീതിയിൽ സഹായിക്കാനും സഹകരിക്കാനും പറ്റുമോ ആ രീതിയിലൊക്കെ സഹായിക്കാൻ സഹകരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.